പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയത്തിനായി ഗലാത്യ ലേഖനം 6-ാം അധ്യായം 7-ാം വാക്യം വായിക്കാം. വഞ്ചനപ്പെടാതിരിപ്പീൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ദൈവമക്കളെ, അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ ലേഖനം എഴുതിയപ്പോൾ പൗലോസ് പരിശുദ്ധാത്മാപൂർണനായി പൗലോസ് എഴുതുകയാണ്, നമ്മളുടെ ജീവിതയാത്രയിൽ നമ്മൾ വഞ്ചിക്കപ്പെടരുത്, ദൈവത്തെ പരിഹസിച്ചുകൂടാ. ദൈവത്തെ പരിഹസിക്കുന്നവർക്ക് ഒരു വാണിംഗ് ആയിട്ട് അപ്പോസ്തലനായ പൗലോസ് തൻ്റെ മിഷണറി യാത്രയിൽ പൗലോസ് ഓർമ്മിക്കുകയാണ്, ദൈവമക്കളെ, നിങ്ങളെ സൃഷ്ടിച്ച ദൈവം, നിങ്ങളെ ഒരു വാക്കിനാൽ പ്രപഞ്ചത്തെ ഉളവാക്കിയ ദൈവം ആകാശത്തെ വിരിക്കുകയും ഭൂമിക്ക് അടിസ്ഥാനമിടുകയും മനുഷ്യന്റെ ഉള്ളിൽ അവന്റെ ആത്മാവിനെ നിർമ്മിക്കുകയും ചെയ്ത ഈ ദൈവമുണ്ടല്ലോ, ഹല്ലേലൂയ. ആ ദൈവത്തെ നിങ്ങൾ പരിഹസിച്ചുകൂടാ. ദൈവത്തെ പരിഹസിച്ചാൽ ഹല്ലേലൂയ, അതിന്റെ അപകടം വലുതാണ് എന്ന് പൗലോസ് നമ്മെ ഓർപ്പെടുത്തുകയാണ്. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. നാം എന്ത് വിതയ്ക്കുന്നുവോ അത് നമ്മൾ കൊയ്യുമെന്ന് പൗലോസ് നമ്മെ ഓർപ്പെടുത്തുകയാണ്. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നാശം കൊയ്യും. ജഡത്തിന്റെ ഇച്ഛകളുണ്ടല്ലോ, ഹല്ലേലൂയ, ജഡത്തിന്റെ മോഹങ്ങളുണ്ടല്ലോ, ജഡത്തിന്റെ മോഹങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ വിതച്ചാൽ അത് തന്നെ നമ്മൾ കൊയ്യുമെന്ന് പൗലോസ് നമ്മെ ഓർപ്പെടുത്തുകയാണ്. ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിത്യജീവനെ കൊയ്യും. നമ്മൾ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ മുഖത്തേക്ക് നോക്കുകയും ദൈവം നമുക്ക് വേണ്ടി ചെയ്ത ആ വൻ കാര്യങ്ങളെ നമ്മൾ ഓർക്കുകയും നമ്മുടെ സന്തതി പരമ്പരകളോട് ദൈവം മിസ്രയീമിൽ നിന്ന് ഇസ്രായേലിനെ പുറപ്പെടുവിച്ചപ്പോൾ ചെങ്കടൽ വിഭാഗിച്ചത്, ഹല്ലേലൂയ, അതേപോലെ മരുഭൂമിയിൽ കാടപ്പക്ഷിയും മന്നായും കൊടുത്ത് ഏകദേശം 30 ലക്ഷത്തോളം ജനങ്ങളെ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവുമായി അവർ നടത്തിയ വിധങ്ങളൊക്കെ നമ്മൾ പറയുന്നു എങ്കിൽ, ഹല്ലേലൂയ, ആത്മാവില് ദൈവം നമ്മെ സൃഷ്ടിച്ച വിവരങ്ങള്, ദൈവത്തിന്റെ ആ കരത്തിന്റെ ശക്തി, ഹല്ലേലൂയ, ആ ബലമുള്ള അവന്റെ കരം, ഹല്ലേലൂയ, ആ കരത്തിന്റെ ശക്തികളൊക്കെ നമ്മൾ വിവരിച്ചു പറയുന്നുവെങ്കിൽ, ഹല്ലേലൂയ, നമ്മൾ എന്താണ്? നമ്മൾ നിത്യജീവനെ കൊയ്യും. നന്മ ചെയ്യുന്നവൻ നാം മടുത്തു പോകരുത്. ഹല്ലേലൂയ, മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുന്നതിൽ നമ്മൾ മടുത്തു പോകരുത് എന്ന് അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ, വിധവയെ അവരുടെ പ്രയാസത്തിൽ ചെന്ന് കാണണമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പിതാവായ ദൈവത്തിന് മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായ ഭക്തി, നമ്മുടെ ദൈവത്തിന് മുമ്പിലുള്ള നമ്മുടെ ഭക്തി അത് ശുദ്ധമാണ്, അത് നിർമ്മലമായ ആ ഭക്തിയോ അനാഥരെയും വിധവയെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും അനാഥരെയും വിധവമാരെയും അവിടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതാണ് ദൈവത്തിന്റെ മുമ്പിലുള്ള ശുദ്ധമായ ഭക്തി. ഹല്ലേലൂയ, നിർമ്മലവും ശുദ്ധവുമായ ഭക്തി ലോകത്താലുള്ള കളങ്കം പറ്റാത്തവണ്ണം ആ തന്നെത്താൻ കാത്തുകൊള്ളുന്നതുമാകുന്നു. ഹല്ലേലൂയ. അപ്പോസ്തലനായ യാക്കോബ് തന്റെ ലേഖനം എഴുതിയപ്പോൾ പറയുകയാണ്, അതുകൊണ്ടാണ് നമ്മൾ നന്മ ചെയ്യുന്നതിൽ നമ്മൾ മടുത്തു പോകരുത്. തക്ക സമയത്ത് അങ്ങനെ നമ്മൾ നന്മ ചെയ്യുന്നു എങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മൾ ആ നന്മ തന്നെ നമ്മുടെ ജീവിതത്തിൽ കൊയ്തെടുക്കുമെന്ന് അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർപ്പെടുത്തുകയാണ്. ആകയാൽ അവസരം കിട്ടുന്നത് പോലെ നാം എല്ലാവർക്കും, വിശേഷാൽ സഹവിശ്വാസികൾക്ക് നന്മ ചെയ്യണം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർപ്പെടുത്തുകയാണ്, വിശേഷാൽ സഹവിശ്വാസികൾക്ക് നമ്മൾ നന്മ ചെയ്യണം. നമ്മളെ എല്ലാവർക്കും നമ്മൾ നന്മ ചെയ്യണം. പ്രത്യേകിച്ച് നമ്മുടെ വിശ്വാസികൾക്കുണ്ടല്ലോ, ഹല്ലേലൂയ, നമ്മുടെ കൂടെ മുട്ടുമടക്കുന്ന, നമ്മുടെ കൂടെ ഒരു മാംസത്തിന്റെ അവകാശികളായ, ഒരപ്പത്തിന്റെ അവകാശിയായി, ഒരു രക്തത്തിന്റെ അവകാശിയായി നമ്മോടുകൂടെ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുന്നവർക്ക് നമ്മൾ നന്മ ചെയ്യാൻ, വിശേഷാൽ നന്മ ചെയ്യണമെന്ന് അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ ലേഖനത്തിൽ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ 2 കൊരിന്ത്യർ 9-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുകയാണ്, ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്ന് ഓർത്ത് നമ്മൾ വിതയ്ക്കുന്നത്, നമ്മൾ ധാരാളമായി നന്മ നമ്മൾ ചെയ്താൽ നമ്മൾ ധാരാളമായി നന്മ നമ്മൾ കൊയ്തെടുക്കും എന്ന് അപ്പോസ്തലനായ പൗലോസ് വീണ്ടും കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ പറയുകയാണ്, നമ്മൾ എന്ത് വിതയ്ക്കുന്നുവോ അതാണ് നമ്മൾ കൊയ്തെടുക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവമക്കളെ, നമ്മൾക്ക് നന്മ കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ
നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുന്നവരായിരിക്കണം. അങ്ങനെ നമ്മൾ നന്മ ചെയ്യുമ്പോൾ നമ്മൾ ധാരാളമായി നന്മ കൊയ്തെടുക്കുമെന്ന് അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർപ്പെടുത്തുകയാണ്. ഞാൻ കണ്ടിടത്തോളം അന്യായം ഉഴുത് കഷ്ടത വിതയ്ക്കുന്നവൻ അത് തന്നെ കൊയ്യുന്നു. ഹല്ലേലൂയ. യോബ് തന്റെ ലേഖനത്തിൽ യോബ് എഴുതിയപ്പോൾ യോബ് എഴുതുകയാണ്, യോബിനെ പറ്റി ദൈവം പറഞ്ഞത്, നിഷ്കളങ്കനും നീതിമാനും എൻ്റെ ദാസനായ യോബിന്റെ മേലോ നീ ദൃഷ്ടി വെച്ചത്. ദൈവത്തിന്റെ സന്നിധിയിൽ നീതിമാനായ നിഷ്കളങ്കനായ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ആരാധിച്ച് ദൈവത്തിന്റെ സ്നേഹിതനായി ദൈവത്തിന് ഇഷ്ടമുള്ളവനായി ജീവിച്ച യോബ് പറയുകയാണ്, ഞാൻ കണ്ടിടത്തോളം അന്യായം ഉഴുത് കഷ്ടത വിതയ്ക്കുന്നവൻ അത് തന്നെ കൊയ്യും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അന്യായം ഉഴുത് നമ്മൾ കഷ്ടതയാണോ നമ്മൾ വിതയ്ക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കഷ്ടത തന്നെ കൊയ്യുമെന്ന് പറയുകയാണ്. നിങ്ങൾ ദുഷ്ടത ഉഴുത് നീതികേട് കൊയ്തു, പോഷകന്റെ ഫലം തിന്നിരിക്കുന്നു. നീ നിന്റെ വഴിയിലും നിന്റെ വീരന്മാരുടെ സംഘത്തിലും ആശ്രയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ ദുഷ്ടതയും പോഷകവും ഒക്കെ ഹല്ലേലൂയ നമ്മൾ വിതയ്ക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ അതുതന്നെ കൊയ്തെടുക്കുമെന്ന് ഹല്ലേലൂയ. ഹല്ലേലൂയ. യോബ് തന്റെ ലേഖനത്തിൽ നമ്മൾ എഴുതിയിരിക്കുകയാണ്. യോബ് തന്റെ ജീവിതയാത്രയിൽ ദൈവത്തിന് ഇഷ്ടപ്പെട്ട ദൈവം തന്നെ സാക്ഷ്യം പറഞ്ഞതാണ്, നിഷ്കളങ്കനാണ്, നീതിമാനാണ്, ദോഷം വിട്ടകന്നവനാണ്, എൻ്റെ ദാസനാണ്. യോബിന് മേലോ നീ ദൃഷ്ടി വച്ചത്, അവനെ പോലെ നിഷ്കളങ്കൻ ഈ ഭൂമിയിൽ ആരുമില്ലല്ലോ എന്ന് ദൈവം സാക്ഷ്യം പറഞ്ഞ യോബ് പറയുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിതയ്ക്കുന്നത് ഹല്ലേലൂയ ദുഷ്ടതയാണ് വിതയ്ക്കുന്നതെങ്കിൽ നമ്മൾ കൊയ്യുന്നതും ദുഷ്ടത തന്നെയാണ്. നീതികേടാണ് നമ്മൾ വിതയ്ക്കുന്നുവെങ്കിൽ നമ്മൾ കൊയ്യുന്നത് നീതികേട് തന്നെയാണ്. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ നന്മ ചെയ്യുവാൻ ഉത്സാഹമുള്ളവരായിരിക്കണം. നന്മ നമ്മൾ ചെയ്യുന്ന മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും മറ്റുള്ളവർക്ക് നല്ലത് വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്തു എങ്കിൽ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലും നന്മ വരും, നമ്മുടെ ജീവിതത്തിലും നല്ലത് തന്നെ വരുമെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. നമ്മൾ എന്ത് വിതയ്ക്കുന്നുവോ അത് തന്നെയാണ് നമ്മൾ കൊയ്യുന്നത്. ഹല്ലേലൂയ. നമ്മൾ വിതയ്ക്കുന്നത് നമ്മൾ തന്നെ കൊയ്യും. ദൈവം നമ്മുടെ ജീവിതയാത്രയിൽ നല്ലത് വിതയ്ക്കുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുവാൻ നമ്മുടെ കരങ്ങളെ ദൈവം ശക്തീകരിക്കട്ടെ. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർപ്പെടുത്തുകയാണ്. 1 കൊരിന്ത്യർ 6:9 അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് അറിയുന്നില്ലയോ? അത് വീണ്ടും അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അന്യായം ചെയ്യുന്നുവെങ്കിൽ നമ്മൾ അന്യായം കൊയ്യുമെന്ന് മാത്രമല്ല, നമ്മൾ ദൈവരാജ്യം നമ്മൾ അവകാശപ്പെടുത്തപ്പെടുകയില്ല. അന്യായം ചെയ്യുന്നവര് ഒരിക്കലും ദൈവരാജ്യത്തേക്ക് അവന് പ്രവേശനം കിട്ടുകയില്ല എന്ന് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യരുടെ ലേഖനത്തിൽ നമ്മളെ ഓർപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമ്മളെ തന്നെ നമ്മൾ എന്ത് ചെയ്യരുത്? വഞ്ചിക്കാതിരിപ്പീൻ, സൂക്ഷിച്ചുകൊള്ളുവീൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യണമെന്ന് പൗലോസ് നമ്മെ ഓർപ്പെടുത്തുകയാണ്. ദുർനടപ്പുകാര്, വിഗ്രഹാരാധികള്, വ്യഭിചാരികൾ, സ്വയഭോഗികള്, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികള്, മദ്യപാന്മാർ, വാർഷ്ണിക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവ ദൈവരാജ്യം അവകാശപ്പെടുകയില്ല. ഈ വക സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ദൈവരാജ്യം നമ്മൾ അവകാശപ്പെടുകയില്ല എന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ അന്യായം ചെയ്യാതെ മറ്റുള്ളവന് നന്മ ചെയ്ത് മാത്രം ജീവിക്കണമെന്ന് അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കുറിവാക്യത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. എന്താണ് നമ്മുടെ കുറിവാക്യം? വഞ്ചിക്കപ്പെടാതിരിപ്പീൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യർ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ ഒരിക്കലും വഞ്ചിക്കപ്പെടരുത്. എന്താണ് വഞ്ചിക്കപ്പെടരുതെന്ന് അപ്പോസ്തലനായ പൗലോസ് നമ്മൾ പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തെ പരിഹസിച്ചുകൂടാ, ദൈവത്തെ നമ്മൾ കളിയാക്കിക്കൂടാ. ദൈവം നമ്മുടെ സൃഷ്ടാവായ ദൈവത്തെ ഒരു വാക്കിനാൽ പ്രപഞ്ചത്തെ ഉളവാക്കിയ നമ്മെ അതിശയകരവും മനോഹരവുമായി സൃഷ്ടിച്ച ദൈവത്തെ നമ്മൾ കളിയാക്കിക്കൂടാ, പരിഹസിച്ചുകൂടാ. മനുഷ്യന് വിതയ്ക്കുന്നത് തന്നെ അവൻ കൊയ്യും. നമ്മൾ നന്മ വിതച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നന്മ കൊയ്യും. ദുഷ്ടത വിതച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദുഷ്ടത കൊയ്യും. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മൾ വിതയ്ക്കുന്നത് മാത്രമേ നമ്മൾക്ക് കൊയ്യുവാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ ഹല്ലേലൂയ നമ്മൾ നല്ലത് വിതയ്ക്കണമെന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നാശം കൊയ്യും. നമ്മൾ ജഡത്തിന്റെ ഇഷ്ടങ്ങളുണ്ടല്ലോ, ജഡത്തിന്റെ ആഗ്രഹങ്ങളുണ്ടല്ലോ, ആ ജഡത്തിന്റെ ആഗ്രഹത്തിന് വേണ്ടി
വേണ്ടി നമ്മൾ ഓടിയാൽ ഹല്ലേലൂയ അത് നമുക്ക് നല്ലതല്ല, അത് നമ്മൾ നാശം കൊയ്യുമെന്നാണ് അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർപ്പെടുത്തുന്നത്. ജഡത്തിന്റെ ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ ഓടരുത്, ജഡത്തിന്റെ ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ ഓടരുത് എന്ന് അപ്പോസ്തലനായ പൗലോസ് നമ്മെ വീണ്ടും വീണ്ടും ഓർപ്പെടുത്തുകയാണ്. ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിത്യജീവനെ കൊയ്യും. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾക്ക് വേണ്ടത് നമ്മൾ ആത്മാവിൽ വിതയ്ക്കുകയാണ് വേണ്ടത്. ആത്മാവിനെ നമ്മൾ വിതച്ചാൽ നമ്മൾ നിത്യജീവനെ കൊയ്യും. ദൈവത്തിന്റെ വചനം ഘോഷിക്കുകയാണ്, നമ്മൾ അയക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അവസാനം വരെ ഞാൻ വരുന്തോളം ലോക അവസാനം വരെ എന്റെ വചനത്തെ നിങ്ങൾ ഘോഷിച്ച് ഹല്ലേലൂയ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും അവരെ ശിഷ്യരാക്കിക്കൊള്ളുവീനെന്ന് യേശു കർത്താവ് നമ്മോട് പറഞ്ഞത്. ഹല്ലേലൂയ ആത്മാവിൽ ദരിദ്രരായ ഒരു ഭാഗ്യവാന്മാർ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും. നമ്മൾ സ്വർഗരാജ്യത്തിലേക്ക് നമുക്ക് പോകണമെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം? ആത്മാവിൽ വിതയ്ക്കണം. എങ്കിൽ നമ്മൾ ആത്മാവിൽ കൊയ്യും. ദൈവരാജ്യത്തിന് വേണ്ടി അനേകായിരം നമ്മൾ നേടണം. അങ്ങനെ നമ്മൾ നേടുന്നു എങ്കിൽ ഹല്ലേലൂയ അനേക പ്രതിഫലം സ്വർഗരാജ്യത്തിൽ നമ്മൾക്ക് ഉണ്ടാകുമെന്ന് അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർപ്പെടുത്തുകയാണ്. ഈ വചനങ്ങളാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്താൽ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്ന സ്തോത്രം. യേശു നാമത്തിൽ നമ്മുടെ കർത്താവേ, ആമേൻ.